ചോദിച്ചിട്ടുണ്ടോ? നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആരുടെയെങ്കിലും ഷെയർ ചെയ്തതിന് ശേഷം അത് പാളിപ്പോയതായിട്ട്. ഇസ്ലാം നമ്മളെ വലിയൊരു സത്യം പഠിപ്പിക്കുന്നു. നമ്മൾ മറ്റുള്ളവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് മൂലം അത് നമുക്ക് തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കും. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ഐനൽ ഹക്ക്, കണ്ണീർ സത്യമാണ്. അതൊരിക്കലും അന്ധവിശ്വാസമല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ഒരു പാഠമാണ്. നമ്മുടെ ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും നടക്കും. ജോലി, വിവാഹം, അച്ചീവ്മെൻറ്റ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നേടിയെടുക്കുന്നതിന് മുൻപ് നമ്മൾ പറയാൻ നിന്നാൽ, സോഷ്യൽ മീഡിയയിൽ അറിയിക്കാൻ നിന്നാൽ അത് തീർച്ചയായിട്ടും നമുക്ക് നടക്കാതെ ആവുന്ന സാധ്യതകൾ കൂടുതലാണ്. കണ്ണേർ എന്നുള്ളൊരു കാര്യം ലൈഫിൽ ഉള്ളതാണ്. സൂറത്തുൽ ഫലക്ക് ഓതുന്നത് നമ്മൾ അസൂയാലുക്കളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപ് അത് ഓതുന്നത് വളരെ ഉത്തമമാണ്. ചില ആളുകൾ നമ്മളോട് ചിരിച്ചുകൊണ്ട് മാഷാ അല്ലാ അല്ലെങ്കിൽ അൽഹംദുലില്ലാ ഓ റാഹത്തായി എന്നൊക്കെ സന്തോഷത്തോടെ കാണിക്കും. പക്ഷെ അവരുടെ മനസ്സിനുള്ളിൽ യഥാർത്ഥത്തിൽ വിഷമം ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, അസൂയ ഉണ്ടാവും, ചിലപ്പോൾ സന്തോഷം ഉണ്ടാവും. പക്ഷെ അവർക്ക് വിഷമം കൂടി വന്നാലും നമ്മളുടെ ആഗ്രഹങ്ങൾ നടക്കാതെ പോയേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിന്റെ ആഗ്രഹങ്ങൾ രഹസ്യമായി തീർക്കുക, അതിനുശേഷം വെളിപ്പെടുത്തുക എന്ന്. നമ്മൾ സ്ഥിരതയോടെ പ്ലാൻ ചെയ്യുക, ആത്മാർത്ഥമായ റബ്ബിനോട് ദുആ ചെയ്യുക, അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, നിശബ്ദമായി നമ്മളുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കുക, മറ്റുള്ളവരെ അറിയിക്കാതെ. സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, ആയത്തുൽ കുർസി എന്നിവ ഓതുന്നത് കണ്ണേറിൽ നിന്നും രക്ഷ നേടുന്നതിനുള്ള വലിയൊരു ഇസ്ലാമിക് മെഡിസിനാണ്. കീപ് ദ ഗോൾസ് പ്രൈവറ്റ്, ലെറ്റ് യുവർ സക്സസ് മേക്ക് ദ നോയ്സ്. ഇങ്ങനത്തെ അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയണം കേട്ടോ. ഒരുപാട് അനുഭവം എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഞാനത് മനസ്സിലാക്കി. ആദ്യമൊന്നും ഇതിലെനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. കണ്ണിടും, പ്രാഗിയാല നടക്കുക, അങ്ങനെ ഒരു മൈൻഡ് സെറ്റായിരുന്നു. അല്ല, ഒരാൾ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് വിഷമിച്ചാലോ അല്ലെങ്കിൽ ആഗ്രഹിച്ചാലോ അവർക്ക് മാത്രം കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ കരുതിയാൽ മാത്രം മതി. നമ്മളെ ലൈഫിൽ നമ്മളുടെ ഒറ്റൊരാഗ്രഹം പോലും നടക്കാൻ പോകുന്നില്ല. ഇതുപോലുള്ള അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഞാൻ ചെയ്തു തീർക്കുക, റബ്ബിനെ കൂട്ടുപിടിച്ച്, മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക, അതിനുവേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. തോൽവികൾ നമുക്കുണ്ടാവും, അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് റബ്ബിനോട് ദുആ ചെയ്ത് മുന്നേറുക. പക്ഷേ ഇഹലോകത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളിപ്പോൾ ഉള്ള ഈ ഭൂമിയിലെ ജീവിതത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. എന്നാലും ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്യുക. നമ്മൾ മരിച്ചു ചെല്ലുമ്പോൾ അന്ന് ആഖിറത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനു വേണ്ടി, അല്ലെങ്കിൽ അതിനു വേണ്ടി ഇപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കാം. പക്ഷേ കണ്ണീർ എന്നുള്ള കാര്യം സത്യമാണ്. എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നമുക്കത് മനസ്സിലാവും നമ്മളുടെ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ. മറ്റുള്ളവരുടെ അസൂയ, കണ്ണ്, മാനസിക വിഷമം ഒക്കെ നമ്മളുടെ ഗോളുകൾ നമുക്ക് നേടിയെടുക്കാൻ നമ്മളറിയാതെ തന്നെ ഒരു റീസണും നമുക്കറിയില്ല. പക്ഷെ ഒരു റീസണുമില്ലാതെ അത് മുടങ്ങി പോകാറുണ്ട്. അത് അവർ പറയണം എന്നൊന്നുമില്ല. നമ്മൾ ഇത് ഓൾറെഡി പബ്ലിക് ആക്കിയിട്ടുണ്ടല്ലോ, നമ്മൾ എന്താ ചെയ്യാൻ പോണേ, എന്താണ് ആഗ്രഹിക്കുന്നത്, എന്തിനു വേണ്ടി പ്രയത്നിക്കുന്നത് എന്നൊക്കെ. ഈ പാടി നടക്കുന്ന നമ്മളുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. കാരണം അവർക്കും അതുപോലെ ആഗ്രഹം ഉണ്ടാവും. മേ ബി അത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ നേടുന്നതിൽ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ അതുകൊണ്ടൊക്കെ നമ്മളുടെ കാര്യങ്ങളൊക്കെ പുറകോട്ട് തട്ട് മാറിപ്പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മളുടെ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ തന്നെ ശ്രമിക്കുക. അത് പൂർത്തിയാവുന്ന വിധമെങ്കിലും അറ്റ്ലീസ്റ്റ് അത് നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക. നമ്മൾക്കും റബ്ബിനും മാത്രം അറിയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ വേർഷൻ. ചിലപ്പോൾ നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലാത്ത ആരോടെങ്കിലും നമ്മൾ പറയും. അത് നമ്മളോട് അസൂയുള്ള ആളുകളുടെ ചെവിയിൽ എത്തിപ്പോയാൽ
പിന്നെ ഇതുപോലെ തന്നെയാണ് സംഭവിക്കുക.